എൻ്റെ പേര് അസ്ലഹ. ഞാൻ ഇവിടെ എറണാകുളത്ത് നിന്നാണ് വന്നത്. എൻ്റെ വീട്ടിൽ വാപ്പ ഉമ്മ അനിയനാണുള്ളത്. വാപ്പ ഓട്ടോ ഡ്രൈവറാണ്, ഉമ്മ ഹൗസ് വൈഫാണ്, അനിയൻ സ്റ്റുഡൻ്റാണ്. എൻ്റെ മാരേജ് കഴിഞ്ഞു. ഹസ്ബൻഡ് ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുവാണ്. ഞാൻ ഒരു BCom ഗ്രാജുവേറ്റ് ആണ്. കുഞ്ഞിലെ മുതൽ എനിക്ക് അക്കൗണ്ടിങ് ബേസ് ആയിട്ടുള്ള ജോലി ചെയ്യാനായിരുന്നു താല്പര്യം. അപ്പോൾ BCom കഴിഞ്ഞിട്ട് നല്ലൊരു പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സ് നോക്കണമായിരുന്നു. അങ്ങനെയാണ് ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തു. ഇപ്പോൾ പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ ക്ലാസ് 2 hours ഉള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാനിവിടെ അടുത്ത് തന്നെ ഒരു കഫേയിൽ പാർട്ട് ടൈമായിട്ട് ജോബിന് ജോയിൻ ചെയ്തു. ഞാൻ മെയിനായിട്ട് പാർട്ട് ടൈം ജോബിന് പോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ടൈം എടുക്കും. എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അക്കൗണ്ടിങ് ജോബിന് കയറാനൊക്കെ കുറച്ചുകൂടി ടൈം ആവും. അപ്പോൾ അതുവരെ എൻ്റെ സെൽഫായിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാർട്ട് ടൈം ജോബിനൊക്കെ പോണത്. കുഞ്ഞിലെ വാപ്പിച്ച് ഒരുപാട് കഷ്ടപ്പെടണം കണ്ടിട്ടുണ്ട് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഫാമിലി ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ ഫാമിലീനെ എല്ലാം സപ്പോർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ 3 റോളാണ് ചെയ്യുന്നത്. ഒരു വൈഫായിട്ടും ഒരു സ്റ്റുഡൻ്റായിട്ടും എംപ്ലോയി ആയിട്ടും 3 എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. എൻ്റെ പേര് അക്ഷയ. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലാണ്. ഞാൻ BA ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് ആണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അനിയൻ. അച്ഛൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ കറൻ്റ്ലി ചെയ്യുന്നത് ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോജിസ്റ്റിക്സ് പഠിക്കുകയാണ്. അത് ചൂസ് ചെയ്യാനുള്ള കാരണം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്താണ് ഞാൻ ഈ കോഴ്സിലോട്ട് വരുന്നത് തന്നെ. മെയിൻലി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ബോയ്സിന് മാത്രം ഉള്ളൊരു കോഴ്സാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ ഞാനും ഇതിനകത്ത് ഇറങ്ങിക്കഴിയുമ്പം ഒരുപാട് പെൺകുട്ടികൾ ഇതിനകത്ത് വരുമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. ഞാൻ ലോജിസ്റ്റിക്സ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നേഴ്സിങ് അങ്ങനെ ബാക്കിയുള്ള ഫീൽഡിലോട്ടാണ് പോകുന്നത്. അപ്പം ഡിഫറെൻ്റായിട്ട് തിങ്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ ഈ കോഴ്സിലോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഇപ്പം കൂടുതലും പെൺകുട്ടികളാണ് ലോജിസ്റ്റിക്സിൽ. അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഈ കോഴ്സ് എടുത്തതിൽ എനിക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സ് കൊണ്ട് ഞാൻ അച്ചീവ് ചെയ്യുന്ന 100% എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ മെയിൻലി ഇതിനകത്ത് പറയാനുള്ളത് ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളൊരു കോഴ്സല്ല. ഇത് വീണ്ടും നമ്മൾ ഇനിയും മുന്നോട്ട് സ്ത്രീകൾ ഇതിനകത്ത് വരണം, പങ്കെടുക്കണം. എന്നാലേ ലോജിസ്റ്റിക്സ് എന്നുള്ളൊരു ഫീൽഡ് തീർച്ചയായിട്ടും ഇക്വാളിറ്റിയിൽ മെൻസിനും വുമൻസിനും ഒരേപോലെ തന്നെ ഇക്വാളിറ്റി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എല്ലാ ലോജിസ്റ്റിക്സിൽ ഇപ്പം എല്ലാ ഫീൽഡിലും വെയർ ഹൗസിലായാലും സപ്ലൈ ചെയിനിലായാലും എല്ലാ ഫീൽഡിലും നമുക്ക് സ്ത്രീകളെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും വുമൺ എംപവർമെൻറ്റ് ലോജിസ്റ്റിക്സിൽ വരണം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ലോജിസ്റ്റിക്സിൽ മാത്രമല്ല ബാക്കി എല്ലാ ഫീൽഡിലും വുമൺസ് അവരുടെ സ്കില്ല് തെളിയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ബി എ പവർഫുൾ വുമൺ ഇൻ എവറി ഫീൽഡ്. എൻ്റെ പേര് സ്നേഹ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ഡിഗ്രിക്ക് ശേഷമാണ് ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ജോയിൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു സർവീസ് സെക്ടറാണ് താല്പര്യം. ഒരു സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവർക്കും തന്നെ നോർമൽ നേഴ്സ്, ഡോക്ടർ അങ്ങനെയൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല, അഡ്മിനിസ്ട്രേഷൻ ഒരു സർവീസ് സെക്ടർ തന്നെയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയാനാണെങ്കിൽ നമ്മൾ സ്ത്രീകൾ എപ്പോഴും ആരും തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. എൻ്റെ ഇവിടുത്തെ ക്ലാസ് ടൈം എന്ന് പറഞ്ഞാലും മോർണിംഗ് 2 hours ആണ് വരുന്നത്. അതിനുശേഷമുള്ള എൻ്റെ ഫ്രീ ഓഫ് ടൈമിന് ഞാൻ എൻ്റെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കഫേയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ത്രീകൾ എല്ലാവരും തന്നെ അങ്ങനെ ആയിരിക്കണം. മാക്സിമം നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. സോ ഓൾവേസ് ട്രൈ ടു ബി ഇൻഡിപെൻഡൻറ്റ്. എ സ്ട്രോങ് വുമൺ ഡസൻറ്റ് ഹാവ് ആറ്റിറ്റ്യൂഡ്, ദേ ഹാവ് സ്റ്റാൻഡേർഡ്സ്. എൻ്റെ പേര് പ്രീതിലക്ഷ്മി. എൻ്റെ വീട് ഹരിപ്പാട്. എൻ്റെ വീട്ടിലെ ഹസ്ബൻഡ്, 2 മക്കൾ. മൂത്തയാൾ 10th പഠിക്കുന്നു, ഇളയാൾ 5th. ഞാനിവിടെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 months ആയിരുന്നു. ഇപ്പോൾ ഞാൻ 1 yearലോട്ട് ചേഞ്ചായി. സാധാ ഒരു വീട്ടമ്മയായി ഞാൻ ഈ പ്രായത്തിൽ പഠിക്കാൻ വന്നത് എൻ്റെ ഫാമിലികൾ ഫുൾ സപ്പോർട്ട് കൂടി കൊണ്ട് തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡും മക്കളും എൻ്റെ പേരൻസും അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ പഠിക്കാൻ വന്നത്. പിന്നെ പഠിക്കാൻ വന്നത് വെറും ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടല്ല. നല്ലൊരു ജോലി വേണം. ജോലി നമ്മുടെ ഫാമിലിയിൽ സപ്പോർട്ടാവണം, നമ്മളുടെ പേരൻസിന് സപ്പോർട്ടാവണം. ഇതിനു വേണ്ടി കരുതിയിട്ടാണ് പഠിക്കാനായിട്ട് വന്നത്. നമുക്കൊരു ജോലി ഉണ്ടായാൽ മാത്രമേ സ്ത്രീക്ക് സമൂഹത്തിലൊരു വിലയുണ്ടാവൂ എന്നുള്ളതിനെക്കുറിച്ചല്ല. നമ്മുടെ ഫാമിലിയിൽ സപ്പോർട്ട് ഉണ്ടാവണം, നമ്മളുടെ മക്കൾക്കിതൊരു പ്രചോദനമാകണം. സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും അടുക്കള ഭരണം മാത്രമാവുകയല്ല, സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ മക്കൾ നമ്മളെ കണ്ടു വേണം പഠിച്ചു വളരാൻ. നമ്മൾ സ്ത്രീകൾ ഒതുങ്ങിക്കൂടേണ്ടവരല്ല. നമ്മളെ കൊണ്ടാവുന്ന സഹായം നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന്, സമൂഹത്തിന് കൊടുക്കുക.
പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. അത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു.